السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ്യ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം എൻ്റെ സഹോദരി സഹോദരന്മാർ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങൾ ഈ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട്. ഒരിക്കലും ഒഴിവാക്കാതെ ഈ മജ്ലിസിൽ പറയുന്ന ഓരോരോ അമലുകൾ ജീവിതത്തോട് ഹൃദയത്തോട് ചേർത്ത് വച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ചില സമയങ്ങളിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പറയുന്നതാണ്, തങ്ങളെ മജ്ലിസിലുള്ള ഓരോരോ അമലുകൾ ഞാൻ അത് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. തങ്ങൾ ഇതുവരെ പറഞ്ഞ ഓരോരോ അമലുകളും ഞാൻ എഴുതി വെച്ച് എൻ്റെ ജീവിതത്തോട് ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് തങ്ങളെ എന്ന് പറയുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ അല്ലാഹുവേ അവർക്ക് നീ ഖൈറു പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിയവർക്ക് സമാധാനവും റാഹത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മളെ സയ്യിദിയ്യ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള അമലാണ്, ഒരു മഹത്വമേറിയ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 8 നേട്ടവുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ചെയ്തൂടെ? അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം ഈ ഒരു ആയത്ത്, ഈ ചെറിയ ആയത്ത് നമ്മളൊക്കെ പതിവാക്കുന്ന ആയത്താണ്. ജീവിതത്തിൽ അത് പതിവാക്കുന്ന ധാരാളം ആളുകൾ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ പതിവാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ഈ ചെറിയ ആയത്ത് വലിയ മഹത്വമേറിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്താണ് ഈ ആയത്ത്. അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തിന് ഒരാൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം ഓതാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 8 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നമുക്ക് അറിയാവുന്നതാണ്. അറിയാത്ത ആരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവൂല. ഈ ആയത്ത് ഓതാൻ അറിയാത്ത ആരും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവൂല. എല്ലാവർക്കും ഓതാൻ അറിയുന്നവരാണ്, എല്ലാവരും ഓതുന്നതാണ്. അതുപോലെ ഈ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഓതാൻ തയ്യാറാണോ? എല്ലാ സമയത്തൊക്കെ ഓതാറുണ്ട് തങ്ങളെ? ഞാൻ ഓതാറുണ്ട് ദിവസവും ഇത്രയും എണ്ണത്തിൽ ഞാൻ ഓതാറുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് 10 പ്രാവശ്യം ഓതാൻ കഴിയുമോ? നിങ്ങൾക്ക് ഓതാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നിങ്ങൾക്ക് വമ്പൻ 8 നേട്ടങ്ങളാണ്. ഈ 8 നേട്ടങ്ങൾ ഈ ഒറ്റ ആയത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്താണ് അസ്ർ നിസ്കാരത്തിന് ശേഷം തന്നെ ഇത് ഓതാനുള്ള കാരണം? ഏതാണ് അസ്ർ? എന്താണ് അസ്ർ നിസ്കാരത്തിന്റെ മഹത്വം? വലിയ നിസ്കാരങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. മറ്റുള്ള നിസ്കാരങ്ങൾക്ക് മഹത്വമില്ല എന്നല്ല, നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അസ്ർ നിസ്കാരത്തിന് വലിയൊരു സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. രണ്ട് നിസ്കാരത്തിനെ പറ്റിയാണ് അള്ളാഹു സത്യം ചെയ്തത്. വൽ ഫജ്രി വൽ അസ്രി വൽ ഫജ്രി വൽ അസ്രി. അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം, ഫജ്ർ നിസ്കാരത്തിൽ തന്നെയാണ് സത്യമെന്ന് രണ്ട് നിസ്കാരങ്ങളാണ് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞത്. അതിൽപ്പെട്ട ഒരു നിസ്കാരമാണ് അസ്ർ നിസ്കാരം. വലിയ മഹത്വങ്ങളേറിയ നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അതുകൊണ്ടാണ് അസ്ർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ ആയത്തിന് 10 പ്രാവശ്യം ഞാൻ ഓതാൻ പറഞ്ഞത്. അതുമാത്രമല്ല, അസ്റിന്റെ പ്രത്യേകത അതുമാത്രമല്ല, വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖുർആൻ ഏറ്റവും ബഹുമാനം നൽകിയ നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ. അല്ലാഹു സത്യം ചെയ്ത നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ. ഖുർആൻ ഏറ്റവും മഹത്വം കൊടുത്ത നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ. ഖുർആൻ വലിയ ബഹുമാനം കൊടുത്ത നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ. സ്വലാത്തുൽ വുസ്താ എന്ന നിസ്കാരം അത് അസ്ർ നിസ്കാരമാണ്. മൻ തറക സ്വലാത്തുൽ അസ്രി ഫകഅന്നമാ ഫുതിറ അഹ്ലുഹു വമാലുഹു. ആരെങ്കിലും ഒരാൾ അസ്ർ നിസ്കാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ സമ്പത്തിനും അവന്റെ കുടുംബത്തിനും തകർച്ച സംഭവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുകയാണ്. ആരെങ്കിലും ഒരാൾ അസ്ർ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും, അവന്റെ സമ്പത്തിൽ തകർച്ച ഉണ്ടാവും, ബർക്കത്ത് ഉണ്ടാവൂല എന്ന്. എന്താണ് പറഞ്ഞത്? ബർക്കത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല, അവന്റെ കുടുംബം തകർന്ന് അവന്റെ സമ്പത്ത് തകർന്ന് പിന്നെന്തിന് നമ്മൾ ജീവിക്കണം? അത്രയും പവർഫുൾ ആയിട്ടുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ വുസ്താ, അസ്ർ നിസ്കാരം. അതൊരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കല്ലേ. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ ഉപേക്ഷിക്കല്ലേ, നിങ്ങൾ ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക് സ്വലാത്തുൽ വുസ്താ, അസ്ർ നിസ്കാരം. ആ അസ്ർ കഴിഞ്ഞിട്ടാണ് ഈ 10 പ്രാവശ്യം നിങ്ങൾ ഈ ആയത്തിനും കൂടി നിങ്ങൾ കൊണ്ടുവരേണ്ടത്. സംസാരമില്ലാതെ ആ നിസ്കാരക്കുപ്പായത്തിലിരുന്ന് ആ മുസല്ലയിലിരുന്ന് നിങ്ങൾ 10 പ്രാവശ്യം ഈ ആയത്തിന് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 8 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ കാണിച്ചു നൽകണേ അല്ലാഹ്, നീ കാണിച്ചു നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്താണ് ആ ആയത്ത്, എന്താണ് ആ 10 പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ പറയുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത്. നിരന്തരം കോളുകളാണ്. ഇന്നലെയാണ് ഞാൻ ഒമാനിൽ നിന്നെത്തിയത്. കുറച്ച് ദിവസം, ഒരു 4 ദിവസം ഒമാനിലായിരുന്നു. അവിടുത്തെ ഫംഗ്ഷനുകളും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണ് ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തിയത്. ആ സമയത്തും ധാരാളം ആളുകളെ വിളിച്ചിരുന്നു, ഇനി എന്നാണ് തങ്ങൾ ഉണ്ടാവുക എന്ന്, ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത് എന്ന് അന്വേഷിച്ചിട്ടാണ് ധാരാളം ഭാഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് വിളിക്കുന്നത്. ഇനി നാളെയാണ് കൺസൾട്ടിങ്, ശനിയാഴ്ചയാണ് ഇനി നോട്ടമുള്ളത്. ധാരാളം ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ വീടിൻ്റെ ഇമ്മരപ്പടിയിലേക്ക് സങ്കടങ്ങളും നീറുന്ന പ്രയാസങ്ങളും വേവലാതികളും പറഞ്ഞ് സമീപിക്കുന്ന ആളുകൾ, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടപ്പുറപ്പിങ്ങൾ,
കൺസൾട്ടിങ്ങിനായി ബന്ധപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ അവരെ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരെ സകലമാന പ്രയാസങ്ങൾക്കും നീ അറുതി നൽകണേ അല്ലാഹ്, നീ അറുതി നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ നിന്ന് അമല് സ്വീകരിച്ചു. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് അവരെ കാര്യങ്ങൾ റാഹത്തായി പൂവണിയുന്ന ധാരാളം ആളുകൾ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ സയ്യിദിയ മജ്ലിസ്. ഉപ്പാപ്പയുടെ കറാമത്താണ് ആളുകൾ അമല് സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കാര്യങ്ങൾ റാഹത്താകുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ റാഹത്താകുന്നത്. മകളുടെ കല്യാണം റെഡിയായി, മകന്റെ കല്യാണം റെഡിയായി, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി. തങ്ങളെ ഇപ്പൊ വീട്ടിലിരിക്കാൻ നിൽക്കാൻ ഒരു റാഹത്തുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്, രോഗങ്ങൾ ശിഫയായി. അങ്ങനെ കേൾക്കുന്ന വീട് പണി പൂർത്തിയായി, എന്റെ സ്ഥല കച്ചവടങ്ങൾ പൂവണിഞ്ഞു. അങ്ങനെ കേൾക്കുന്ന ധാരാളം അനുഭവങ്ങളാണ് നിരന്തരം ഈ മജ്ലിസിലേക്ക് ആളുകൾ വിളിച്ചു പറയുന്നത്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്, നീ നിലനിർത്തണേ അല്ലാഹ്, ഖിയാമം വരെ നീ നിലനിർത്തണേ തമ്പുരാനെ. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ബാഹസൻ ജമലുല്ലൈലി പാപ്പ ഞങ്ങളൊക്കെ വല്ലിപ്പയാണ്. ജമലുല്ലൈലി സദാത്ത് ഞങ്ങളെ ഉപ്പാപ്പയാണ് ജമലുല്ലൈലി പാപ്പ. അവിടുത്തെ നോട്ടവും ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസ് നടന്നു പോകുന്നത്. ഉപ്പാപ്പയുടെ സമ്മതപ്രകാരമാണ് ഓരോരോ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നടന്നു പോകുന്നത്. ഉപ്പാപ്പയുടെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അവിടുത്തെ കറാമത്താണ് ഈ മജ്ലിസിന്റെ വളർച്ച. അവിടുത്തെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസ്സിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹസ്സിലാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങളെ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത ഞങ്ങളെ മഹാന്മാര് അല്ലാഹുവേ ഖബറിടം നീ റാഹത്തിനാക്കണേ അല്ലാഹ്. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയവര്, ഞങ്ങളെ ഉപ്പാപ്പമാര്, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സംഘടനകൾക്ക് ഇപ്പം നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെ ഉസ്താദന്മാര് അല്ലാഹുവേ ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എന്താണ് അമല്, എന്താണ് അമല്, എന്താണ് ആ ആയത്ത്, ആ പവർഫുൾ ആയിട്ടുള്ള ആയത്ത് എന്താണ്? അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു സംസാരിക്കാതെ എങ്ങോട്ടും തിരിയാതെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്ന എണ്ണത്തിൽ 10 പ്രാവശ്യം കൂടുതലൊന്നുമില്ല, ചെറിയ ആയത്താണ്, എല്ലാവരും ഓതുന്ന ആയത്ത്. ഏതാണ് ആയത്ത്? ആയത്തുൽ കുർസി. ഏതാണ് ആയത്ത്? അൽ ബഖറയിലെ ആയത്തായ ആയത്തുൽ കുർസിയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് 10 പ്രാവശ്യം. മറന്നു പോകല്ലേ, 10 പ്രാവശ്യമാണ് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതേണ്ടത് ആയത്തുൽ കുർസി. 10 പ്രാവശ്യം നിങ്ങൾ ഓതാ. എല്ലാവർക്കും അറിയില്ലേ, എല്ലാവരും ഓതുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. എന്താണ് ആയത്തുൽ കുർസിയുടെ മഹത്വം? അല്ലാഹുവിന്റെ നാമം 18 പ്രാവശ്യമാണ് ആയത്തുൽ കുർസിയിൽ അല്ലാഹു എടുത്തു പറഞ്ഞത്. 18 പ്രാവശ്യം. വേറൊരു ആയത്തിലും ഇത്രയും പ്രാവശ്യം അല്ലാഹുവിന്റെ നാമം അല്ലാഹു പറഞ്ഞിട്ടില്ല. പിന്നെയോ ഇസ്മുൽ അഅ്ലം, അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു മഹത്താക്കപ്പെട്ട ഒരു നാമമാണ് ഇസ്മുൽ അഅ്ലം. ആ ഇസ്മുൽ അഅ്ലം അല്ലാഹുവിന്റെ 99 നാമമാണ് അസ്മാഉൽ ഹുസ്ന. അതിലെ ഇസ്മുൽ അഅ്ലം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. പോരെ,
പോരെ നമുക്ക് ആയത്തുൽ കുർസിയുടെ മഹത്വങ്ങള്. അല്ലാഹുവിന്റെ അർശിന്റെ നിഴലിലെ ഒരു അത്ഭുത നിധിയാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിയെ ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കരിച്ചതിന് ശേഷം നിങ്ങളൊരു 10 പ്രാവശ്യം ചൊല്ലാൻ ഓതാൻ നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ സഹോദരിമാരെ, ഈ സയ്യിദിയം മജ്ലിസിൽ എൻ്റെ മുഹബ്ബീങ്ങളെ, എൻ്റെ കൂടപ്പിറപ്പീങ്ങളെ, നിങ്ങൾ ഓതാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന 8 നേട്ടമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. 8 നേട്ടം നമുക്കത് നേടിയെടുക്കണ്ടേ? എന്താണ് ഇങ്ങനെ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം? അതാണ് അറിയേണ്ടത്. അതും കൂടി അറിയുമ്പോഴാണ് നമുക്ക് ഓതാനൊരു ഇൻട്രസ്റ്റ്. തങ്ങളിത് പറഞ്ഞു, ഇത്രയും നേട്ടങ്ങൾ കിട്ടുമോ, ഇന്ന് ഓതണല്ലോ, നാളെ മുതൽ ഇന്ന് മുതൽ ഞാൻ ഓതും തങ്ങളെ എന്ന് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരായിട്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്ത്. ധാരാളം ആളുകൾ മജ്ലിസ് മുടങ്ങാതെ കാണുന്നവരുണ്ട്. അല്ലാ, നീ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവൽ അവർക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഒന്നാമത്തെ നേട്ടം, ആരെങ്കിലും അസ്ർ നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ആയത്തുൽ കുർസിയെ കൊണ്ടുവന്നാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം തൗബത്തൻ ഖബലൽ മൗത്ത്. തൗബത്തൻ ഖബലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് അവനക്ക് തൗബ ചെയ്യാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. തൗബത്തൻ ഖബലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്ത് മരിക്കണ്ടേ? ധാരാളം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് ചെയ്തവരാണ്, തെറ്റ് വന്നുപോയവരാണ് നമ്മൾ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് തൗബ ചെയ്ത് നമ്മളെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് പാപങ്ങൾ പുറത്ത് നമുക്ക് കണ്ണടക്കണ്ടേ? മുത്തുമുഅ്മിനീങ്ങളെ, നമുക്ക് കണ്ണടക്കണ്ടേ? എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നീ മുറുകെ പിടിച്ചോ. ഈ അമലിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കിക്കോ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ബറകത്തും ഫിർ റിസ്ഖ്. റിസ്ഖിൽ അല്ലാഹു ബറകത്ത് നൽകും. നിന്റെ കച്ചവടത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ വീട്ടില്, എല്ലാത്തിലും അല്ലാഹു ബറകത്ത് നൽകും. നിന്റെ വസ്ത്രത്തിൽ, നിന്റെ ഭക്ഷണത്തിൽ, നിന്റെ വാഹനങ്ങളിൽ, എല്ലാത്തിലും അല്ലാഹു ബറകത്ത് നിറക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ബറകത്ത് വേണം, കിട്ടുന്നത് ചെറുതാണെങ്കിലും അതിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കണമെങ്കിൽ അതിൽ ബറകത്ത് വേണം. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, കിട്ടുന്നത് തുച്ഛം ശമ്പളമാണ്, തുച്ഛമായ ശമ്പളത്തിനാണ് എൻ്റെ ഭർത്താവ് ജോലിക്ക് നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ് ഉസ്താദേ തങ്ങളെ, അൽഹംദുലില്ലാഹ് എൻ്റെ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട്, എനിക്ക് കടമില്ല, വീടുണ്ട്, എല്ലാം ഉണ്ട് തങ്ങളെ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്തേ കാരണം? അവർക്ക് അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നേടിയെടുത്തു, അവരെ റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് കൊടുത്തു. ഇങ്ങനെയുള്ള അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബറക്കത്ത് നേടിയെടുക്കാൻ സാധ്യമാകും. വലിയ ശമ്പളമുണ്ട്, 2 ലക്ഷം ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, ഒരു മാസത്തിൽ 2 ലക്ഷം സാലറി ഉണ്ട്, അല്ലെങ്കിൽ 3 ലക്ഷം സാലറി ഉണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം സാലറി ഉണ്ട്. എനിക്ക് വീടില്ല, വാടക വീട്ടിലാണ്, വാടകക്കാണ് തങ്ങളെ, ധാരാളം കടങ്ങളുണ്ട് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. എന്തു പറ്റി? അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് എടുത്തു കളഞ്ഞു അല്ലാഹു. അങ്ങനെ എത്രയും സമ്പാദിച്ചിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ടെങ്കിലും മറിച്ചവൻക്ക് കോടിക്കണക്കിന് കടബാധിതനാവാൻ.
മനസ്സമാധാനം ഉണ്ടാവൂല. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ അമല് ചെയ്തോ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, അസ്ർ നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് 10 പ്രാവശ്യം നിങ്ങൾക്ക് ആയത്തുൽ കുർസിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ എങ്കിൽ മൂന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, സലാമത്തും ഫീ ബദനിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു വലിയ രക്ഷ ഇട്ടുകൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു. അവന്റെ ശരീരത്തിൽ അല്ലാഹു വലിയ സമാധാനം, വലിയ രക്ഷ അല്ലാഹു അവനക്ക് നൽകും. രക്ഷാകവചം അല്ലാഹു തീർക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു. അവനക്ക് വലിയ രക്ഷ അല്ലാഹു നൽകും. വിപത്തുകളിൽ നിന്ന് വലിയ കാവൽ അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ചെയ്തുകൂടെ എൻ്റെ മുഅ്മിനീങ്ങളെ? നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അതിലൊക്കെ രക്ഷ നേടാൻ, രക്ഷയുണ്ടാവാൻ, വലിയ മാരകമായ സിഹർ നമ്മൾ കേൾക്കാതിരിക്കാൻ, പൈശാചികമായ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ, ആക്സിഡന്റ് പോലുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ, പെടുന്നതിനുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കിക്കോ. ഈ അമൽ ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും അസ്ർ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം ആയത്തുൽ കുർസിയെ കൊണ്ടുവന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, നാലാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു എന്തെന്നറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? നാലാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? വമഹബ്ബത്തും ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ സ്വീകാര്യത, വലിയ മഹബ്ബത്ത്, വലിയ ഇഷ്ടമുണ്ടാകും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ സ്വീകാര്യത അല്ലാഹു നൽകും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് സ്വീകാര്യത കിട്ടിയത് കാര്യമുണ്ടോ? കാര്യമില്ല. മുഅ്മിനീങ്ങൾക്ക് വലിയ ഇഷ്ടം നമ്മളെയാകും. അതുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമാകും. ഉസ്താദന്മാർ വലിയ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ വലിയ മഹാന്മാർ നമ്മളെ ഇഷ്ടം. അത് നമുക്ക് നേടിയെടുക്കണ്ടേ മുഅ്മിനീങ്ങളെ? അത് നേടിയെടുക്കണ്ടേ എങ്കിൽ ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസിയെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഓതി നോക്ക്. അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധ്യമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് അവനക്ക് കിട്ടുന്ന നേട്ടം, ആരെങ്കിലും ആയത്തുൽ കുർസിയെ അസ്ർ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അഞ്ചാമതായിട്ടുള്ള നേട്ടം ഖുറൂജുർ റൂഹി വഹശ്ശഹാദതി, മരിക്കുന്ന സമയത്ത് അവന്റെ റൂഹ് ഷഹാദത്ത് കലിമയോടുകൂടി പുറപ്പെടും. മരിക്കുന്ന സമയത്ത് അവനക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാൻ അവനക്ക് ഭാഗ്യം കിട്ടും. മരിക്കുന്ന സമയത്ത് അവനക്ക് ഷഹാദത്ത് കലിമ ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം നൽകും. പോരെ നമുക്ക് ദുനിയാവ് കിട്ടി, ആഖിറവും നമുക്ക് രക്ഷപ്പെട്ടു. പോരെ നമുക്ക് ഈ അമലിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെറുതാണ്, ഞങ്ങൾ എപ്പോഴും ഓതാറുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഓതാറുണ്ട്, അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പതിവാക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിന്തള്ളണ്ട, നിങ്ങൾ ഒഴിവാക്കി കളയണ്ട. ഈ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതി നോക്ക്. വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നേടിയെടുക്കാൻ സാധ്യമാകും. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ആറാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, വസിഅല്ലാഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബർ അല്ലാഹു വിശാല നൽകും. അവന്റെ ഖബറിന് അല്ലാഹു വിശാലത ഇട്ട് കൊടുക്കും. ഇടുക്കം അല്ലാഹു നൽകൂല, അവന്റെ ഖബറിന് അല്ലാഹു വിശാല നൽകും.
നമുക്ക് മരിച്ചു പോകണ്ട എൻ്റെ മുത്തുമോമിനീങ്ങളെ. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കുള്ളത് എന്തെന്നറിയോ? ഖബറാണ്, ഖബറാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണടോ ഖബർ, ആദ്യത്തെ വീടാണടോ ഖബർ. അവിടെ രക്ഷ നേടാൻ, അവിടെ റാഹത്തിലാകാൻ ഇൻഷാ അല്ലാഹ് ഈ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ആയത്തുൽ കുർസിയെ പതിവാക്ക് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഖബറിൽ നിങ്ങൾക്ക് സുഖമായി കഴിയാമടോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഏഴാമതായിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ എൻ്റെ മുത്തുമിനീങ്ങളെ? ആരെങ്കിലും അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ ഏഴാമതായിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? യഅതിയല്ലാഹു കിതാബഹു ഫീ യമീനിഹി. അല്ലാഹു അവന്റെ കിതാബ് വന്മകളെ കിതാബ് അല്ലാഹു വലങ്കയിൽ അല്ലാഹു നൽകും. അവന്റെ കിതാബ് അല്ലാഹു വലങ്കയിൽ അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ദുനിയാവിലെ നേട്ടവും കിട്ടി, ആഖിറത്തിലെ നേട്ടവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതുപോരെ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ അമല് പോരെ നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് ആഖിറം നേടിയെടുക്കാൻ, ദുനിയാവ് റാഹത്തായിട്ട് ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ അമല് പോരെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അവസാനമായിട്ട് 8ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 8ാമതായിട്ട് അവനക്ക് കിട്ടുന്ന നേട്ടം, അവനക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? ആരെങ്കിലും ഈ ആയത്തുൽ കുർസി അസ്ർ നിസ്കാരം കഴിഞ്ഞ് 10 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന 8ാമതായിട്ടുള്ള നേട്ടം എന്തെന്നറിയോ എൻ്റെ മുത്തുമിനീങ്ങളെ? യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവ് നമുക്ക് കിട്ടി, ദാരിദ്ര്യം അല്ലാഹു ദുനിയാവിൽ നൽകൂല, ബർക്കത്ത് അല്ലാഹു നൽകും. അങ്ങനെയുള്ള സകലമാന പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം എല്ലാം അല്ലാഹു നൽകി. ഖബറിൽ അല്ലാഹു വിശാല നൽകി, വലങ്കയിൽ അല്ലാഹു കിതാബ് നൽകി, ഹിസാബില്ലാതെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. സ്വർഗം വരെ എത്തി. ദുനിയാവ് മുതൽ സ്വർഗം വരെ ഈ അമല് കൊണ്ട് നമുക്ക് കിട്ടി, നേടിയെടുത്തു. പോരെ ഇനി എന്തിനാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മടിച്ചു നിൽക്കുന്നത്? ഇത് ചൊല്ല് എൻ്റെ മുത്തുമിനീങ്ങളെ. ഇത് ഓതി ജീവിതത്തിൽ പ്രാവർത്തികമാക്ക്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളിതാ ഈ മജ്ലിസിൽ നിന്ന്, ഈ സയ്യിദിയം മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള ഈ സയ്യിദിയം മജ്ലിസിൽ നിന്ന് ഇതാ ഞങ്ങൾ ഈ അമൽ ഇൻഷാ അല്ലാഹ് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞങ്ങൾ ചൊല്ലാൻ, ഞങ്ങൾ ഓതാൻ തയ്യാറായി. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സകലമാന കാര്യങ്ങൾക്കും നീ അറുതി നൽകണേ അല്ലാഹ്. സകലമാന പ്രയാസങ്ങൾക്കും അല്ലാഹ് നീ ശമനം നീ നൽകണേ അല്ലാഹ്. നീ റാഹത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കുന്ന അവസ്ഥ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നീ അത്തരം അവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. മറ്റുള്ളവന്റെ
നിന്റെ മുന്നിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് അതുകൊണ്ടൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്തു പോയി അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ വെറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന് അഭിവൃദ്ധി നൽകണേ അല്ലാ. മജ്ലിസ് കാണുന്നവർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ. ഈ മജ്ലിസ് ഒരു ദിവസം പോലും മുടക്കാതെ മജ്ലിസ് വീക്ഷിക്കുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലാ നീ ബർക്കത്തേകണേ അല്ലാ. നീ ബർക്കത്തേകണേ അല്ലാ. എന്ത് മുറാദ് വെച്ചിട്ടാണോ ഈ മജ്ലിസ് കാണുന്നത് അല്ലാ, അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. മാരകമായ ട്യൂമർ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാം ചെയ്യണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കൊരു പോസ്റ്റർ കാണും. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ ഉംറ സർവീസ് നടത്തുന്നുണ്ട്. ആഗ്രഹമുള്ള ആളുകൾ, കൊതിയില്ലാത്ത ആരും തന്നെ നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. റൗള ഷരീഫിലേക്കൊന്ന് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞ് പാപം പതിഞ്ഞ പാദമത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഒരു ഉമ്മ പറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ നമ്മളെ കൂട്ടത്തിലുണ്ടാവില്ല. ആഗ്രഹമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടത്തിലുള്ള ആളുകൾ, നമ്മളെ കുടുംബത്തിലുള്ള ആളുകൾ, അവരിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിച്ചു കൊടുത്ത് കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്ത് സീറ്റുകൾ ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. എല്ലാം കൊണ്ടും റാഹത്താണ്. ഭക്ഷണമാണെങ്കിലും അവിടുത്തെ റൂം സൗകര്യമാണെങ്കിലും സാമ്പത്തികമായിട്ടും എല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പാക്കേജാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.